പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കയ്യിലേതും കൂടാതെ, സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്ക്, വിഭവുമാമിലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി, മലർക്കന്യമണവാളനൊക്കെയുമാകും. മലം കള മനസ്സിലിന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു, മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം, ക്ഷിപ്രമിരുട്ടത്തിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറു മപൃഥുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി, കാലത്തെഴുന്നേറ്റു കുളിച്ചൂത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലം കഷ കുതൂഹലം കൂടയുമെടുത്തിട്ടനു കൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി. ബാലാദിത്യ വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പുതും ചെയ്തു കുചേലൻ. ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. നാഴിക തോറും വളരും ഭക്തി നൽകുമാനന്ദമാ മാഴിയിങ്കലുടനുടൻ മുഴുകുകയും താഴുകയുമെഴുകയും ചെയ്തു. കാലമൽപ്പം പോലും പാഴാക്കാതെ പോയി വിപ്രൻ വിവിധങ്ങളാം ഗ്രാമനഗരാദികളെ കടന്നിട്ടു സജ്ജനാനാം ഗ്രാമണി ഗമിക്കുന്നേരമഗണ്യമായ രാമാനുജന്റെ ഹൃദയമറിവാൻ മേലായെന്നിട്ടു രോമാഞ്ചമണിഞ്ഞി വണ്ണം വിചിന്ത ചെയ്തു.